ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കസ്റ്റാർഡ് പൗഡർ കൊണ്ടൊരു ഫ്രൂട്ട് സലാഡാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പാൽ നന്നായി ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പഞ്ചസാരയുടെ അളവ്. ഈ പാൽ തിളയ്ക്കുന്ന സമയത്തിനിടയിൽ നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്പൂൺ കൊണ്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പാലൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് നമ്മൾ മാറ്റിവെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ച് കൈ എടുക്കാണ്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് കിട്ടും. ഈ ഒരു രീതിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി ഒരു സൈഡിലേക്ക് വെക്കാം. തണുത്ത കസ്റ്റാർഡ് മിക്സ്ചറിനെ ഞാൻ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ജെല്ലി ടൈപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടും ചെറുതായി മുറിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ആപ്പിൾ ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൊമഗ്രനേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വാഴപ്പഴം ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയ പഴം ഒരെണ്ണം ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു ഓറഞ്ച് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി ഇളക്കിയെടുത്തതാണ്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രേപ്സും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഞാൻ സോക്ക് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഗാർണിഷിന് വേണ്ടി നമുക്ക് 2-3 കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കാം. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.